വാപ്പ് 7 എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ തീവണ്ടികൾ വലിക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ശ്രേണിയാണ്. ഇതിന്റെ പേര് അതിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. W എന്നാൽ ബ്രോഡ് ഗേജ്, വൈഡ് ഗേജ്, A എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ AC പ്രവർത്തിക്കുന്നത്, P എന്നാൽ പാസഞ്ചർ ട്രെയിനുകൾ വലിക്കാനുള്ളത്, 7 എന്നത് 7ാം തലമുറയെ സൂചിപ്പിക്കുന്നു. 2000 ആണ്ടിൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സ് CLW ആണ് ഈ ശക്തമായ എഞ്ചിൻ ആദ്യമായി പുറത്തിറക്കിയത്. ചരക്ക് വണ്ടികൾ വലിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഗ് 9 ലോക്കോമോട്ടീവിന്റെ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കി പാസഞ്ചർ സർവീസിനായി ആഭ്യന്തരമായി പരിഷ്കരിച്ചെടുത്ത പതിപ്പാണിത്. സാങ്കേതിക മികവും പ്രവർത്തനക്ഷമതയും. വാപ്പ് 7 ലോക്കോമോട്ടീവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സാങ്കേതികവിദ്യയാണ്. ഇത് GTO അധിഷ്ഠിത സാങ്കേതികവിദ്യയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ടതും ഊർജ്ജക്ഷമത കൂടിയതുമായ IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ കൺവെർട്ടർ നിയന്ത്രണ സംവിധാനത്തിലേക്ക് മാറിയതിലൂടെ കൈവരിച്ച ഒരു വലിയ മുന്നേറ്റമാണ്. ഈ ലോക്കോമോട്ടീവിന് ഏകദേശം 6350 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സാധാരണയായി മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിലാണ് ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും WAP-7HS പോലുള്ള ഹൈസ്പീഡ് വേരിയന്റുകൾക്ക് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാനുള്ള ശേഷിയുണ്ട്. ഈ കരുത്തുറ്റ എഞ്ചിന് 24 മുതൽ 26 കോച്ചുകൾ വരെ ഉൾപ്പെടുന്ന ഭീമാകാരമായ യാത്രാ ട്രെയിനുകളെ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ അനായാസം വലിച്ചുകൊണ്ടുപോകാൻ സാധിക്കും. നൂതനമായ സവിശേഷതകൾ. വാപ്പ് 7 എഞ്ചിനുകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു മാനദണ്ഡമായി മാറിയതിന്റെ പ്രധാന കാരണം അതിന്റെ നൂതനമായ മറ്റ് ചില സവിശേഷതകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനം. ഇറക്കങ്ങളിൽ ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയെ തിരികെ ഓവർഹെഡ് ലൈനുകളിലേക്ക് നൽകി ഊർജ്ജം പാഴാകാതെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ എയർ കണ്ടീഷൻ കോച്ചുകൾക്ക് ആവശ്യമായ വൈദ്യുതി നൽകുന്നതിനായി പ്രത്യേകം പവർ കാറുകൾ, ജനറേറ്റർ കാർസ് ട്രെയിനിനൊപ്പം കൊണ്ടുപോകേണ്ടതില്ല. കാരണം വാപ്പ് 7 ലോക്കോമോട്ടീവിൽ തന്നെ കോച്ചുകളിലേക്ക് നേരിട്ട് വൈദ്യുതി നൽകാനുള്ള ഹോട്ടൽ ലോഡ് ഹോട്ട് സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകതകൾ കാരണം രാജ്യത്തെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി, ശതാബ്ദി എക്സ്പ്രസുകൾ എന്നിവയുടെ വേഗതയും സമയനിഷ്ഠയും ഉറപ്പാക്കുന്നതിൽ വാപ്പ് 7 വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വാപ്പ് 7, വാപ്പ് 5, വാപ്പ് 4 താരതമ്യം. വാപ്പ് 7, വാപ്പ് 5, വാപ്പ് 4 എന്നിവയെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന AC പാസഞ്ചർ ലോക്കോമോട്ടീവുകളാണ്. ഇവയുടെ പ്രധാന വ്യത്യാസങ്ങൾ സാങ്കേതികവിദ്യയിലും ശക്തിയിലും രൂപകൽപ്പനയിലും ഡിസൈൻ നിക്ഷിപ്തമാണ്. വാപ്പ് 4 പഴയ തലമുറയുടെ കരുത്ത്. വാപ്പ് 4 ആണ് വാപ്പ് 7 വരുന്നതിന് മുൻപുള്ള പ്രബലമായ പാസഞ്ചർ ലോക്കോമോട്ടീവ്. ഇത് DC ട്രാക്ഷൻ മോട്ടോറുകളും ടാപ്പ് ചേഞ്ചർ സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നതാണ്. ഇതിന് ഏകദേശം 5000 HP ശക്തിയാണുള്ളത്. ഇത് വളരെ വിശ്വസനീയമാണെങ്കിലും വാപ്പ് 7, വാപ്പ് 5 എന്നിവയിലുള്ള ആധുനിക 3-ഫേസ് ടെക്നോളജി ഇതിനില്ല. അതിനാൽ ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്ന ഫീച്ചറുകളില്ല. വാപ്പ് 5 വേഗതയുടെ രാജാവ്. വാപ്പ് 5 ആണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വേഗതയേറിയ ലോക്കോമോട്ടീവായി അറിയപ്പെടുന്നത്. ഇതിന് വാപ്പ് 4-നേക്കാൾ കുറഞ്ഞ ശക്തിയെ ഏകദേശം 5450 HP ഉള്ളുവെങ്കിലും ഇതിന്റെ രൂപകൽപ്പന ഹൈസ്പീഡ് ഓപ്പറേഷനായി അതിവേഗ സർവീസുകൾക്കായി പ്രത്യേകമായി ചെയ്തിട്ടുള്ളതാണ്. വാപ്പ് 5ഉം 3-ഫേസ് ടെക്നോളജി ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിന്റെ ഭാരം താരതമ്യേന കുറവാണ്. ഇത് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിവുള്ളതാണ്. എന്നാൽ ഭാരമേറിയ 24 മുതൽ 26 വരെ കോച്ചുകളുള്ള ട്രെയിനുകൾ ദീർഘദൂരം വലിക്കുന്ന കാര്യത്തിൽ വാപ്പ് 7-നേക്കാൾ മികച്ചത് വാപ്പ് 5 അല്ല. വാപ്പ് 7 ശക്തിയും ആധുനികതയും. വാപ്പ് 7 എന്നത് വാപ്പ് 5ന്റെയും ചരക്ക് വണ്ടി ലോക്കോമോട്ടീവായ വാഗ് 9ന്റെയും ശക്തി സംയോജിപ്പിച്ച ഒരു മിശ്രിത രൂപമാണ്. ഇതിന് 6350 HP ശക്തിയുണ്ട്, വാപ്പ് 5-നേക്കാൾ കൂടുതൽ. വാപ്പ് 7ഉം വാപ്പ് 5-നെപ്പോലെ 3-ഫേസ് IGBT സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇതിന് മികച്ച ആക്സിലറേഷനും റീജനറേറ്റീവ് ബ്രേക്കിംഗും ലഭ്യമാണ്. വാപ്പ് 5 വേഗതയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ വാപ്പ് 7 ശക്തിക്കും ട്രാക്റ്റീവ് എഫേർട്ട് വേഗതയ്ക്കുമിടയിലുള്ള ഏറ്റവും മികച്ച സന്തുലിതാവസ്ഥ നൽകുന്നു. ഭാരമേറിയതും AC കോച്ചുകൾ കൂടുതലുള്ളതുമായ ട്രെയിനുകൾ സ്ഥിരമായി വലിക്കുന്നതിന് വാപ്പ് 7 ആണ് ഏറ്റവും അനുയോജ്യം. ചുരുക്കത്തിൽ വാപ്പ് 4 പഴയ തലമുറ, ടാപ്പ് ചേഞ്ചർ, കുറഞ്ഞ പവർ. വാപ്പ് 5 ഏറ്റവും ഉയർന്ന വേഗതയ്ക്ക് രൂപകൽപ്പന ചെയ്തത്, വേഗതയ്ക്ക് മുൻഗണന. വാപ്പ് 7 ഏറ്റവും കൂടുതൽ ശക്തിയും മികച്ച ആക്സിലറേഷനും ആധുനികമായ 3-ഫേസ് ടെക്നോളജിയും സമന്വയിപ്പിച്ചത്, ശക്തിക്കും സ്ഥിരതയ്ക്കും മുൻഗണന. വാപ്പ് 7ന്റെ ഹൈസ്പീഡ് വകഭേദങ്ങൾ, വേരിയൻസ്. വാപ്പ് 7 എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന യാത്രാ എഞ്ചിനാണെങ്കിലും അതിന്റെ വേഗതയും കാര്യക്ഷമതയും കാലക്രമേണ വർദ്ധിപ്പിക്കാൻ വിവിധ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വകഭേദങ്ങൾ ഇവയാണ്. 1. WAP-7HS ഹൈ സ്പീഡ്. സാധാരണ വാപ്പ് 7-നേക്കാൾ വേഗതയിൽ ട്രെയിനുകളെ വലിക്കാൻ ശേഷിയുള്ള വകഭേദമാണിത്.
പരിഷ്കരണം സാധാരണ വാപ്പ് 7 ഗിയർ അനുപാതത്തിൽ ഗിയർ റേഷ്യോ മാറ്റം വരുത്തിയാണ് ഈ മോഡൽ വികസിപ്പിച്ചത്. വേഗത വർദ്ധിപ്പിക്കുന്നതിനായി WAG-9 ഓഫ് ചരക്ക് വണ്ടിയുടെ ഹൈസ്പീഡ് പതിപ്പ് എന്ന ലോക്കോമോട്ടീവിലെ സാങ്കേതിക വിദ്യയാണ് ഇതിലുപയോഗിച്ചത്. വേഗത വാപ്പ് 7ന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 140 കിലോമീറ്റർ ആയിരിക്കുമ്പോൾ WAP-7HS മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലോടാൻ റെയിൽവേയുടെ സുരക്ഷാ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. പ്രധാന ഉപയോഗം നിലവിൽ വേഗതയേറിയ രാജധാനി, ശതാബ്ദി, ഹംസഫർ തുടങ്ങിയ പ്രീമിയം എക്സ്പ്രസ് സർവീസുകളിൽ ഇതുപയോഗിക്കുന്നു. 2. WAP-7AD Auxiliary Diagnostic. ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ അവതരിപ്പിച്ചതും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും പുതിയ വകഭേദമാണിത്. ലക്ഷ്യം കൂടുതൽ കാര്യക്ഷമതയും സുരക്ഷാ ഫീച്ചറുകളും ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇതിനു പുറമെ ഈ മോഡലുകൾക്ക് കൂടുതൽ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാനും 0 നിന്ന് 100 കിലോമീറ്ററിലേക്ക് വേഗത്തിലെത്താനും സാധിക്കും. വേഗത WAP-7ADക്ക് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടാനുള്ള അനുമതിയുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ ഡിസൈൻ വേഗത മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെയാണ്. വിവിധയിനം കോച്ചുകൾ WAP-7AD ലോക്കോമോട്ടീവുകൾ നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകളിലും അമൃത് ഭാരത് എക്സ്പ്രസ് പോലെയുള്ള പുതിയ സാധാരണ എക്സ്പ്രസ് സർവീസുകളിലും ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. 3. ഉയർന്ന പവറുള്ള വകഭേദങ്ങൾ 9000 HP. നിലവിലെ WAP-7ന്റെ 6350 HP പവറിനെ 9000 HP ആയി ഉയർത്താനുള്ള പരീക്ഷണം ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് CLW നടത്തിവരുന്നുണ്ട്. ലക്ഷ്യം ട്രെയിനുകളുടെ ഭാരം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വേഗതയിൽ കൂടുതൽ ഭാരം വലിക്കാൻ ശേഷിയുള്ള എഞ്ചിനുകൾ ആവശ്യമാണ്. പ്രതീക്ഷിക്കുന്ന ഉപയോഗം ഈ 9000 HP ലോക്കോമോട്ടീവ് ഭാവിയിൽ ഹൈസ്പീഡ് പാസഞ്ചർ ട്രെയിനുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ WAP-7 ഒരു അടിസ്ഥാന രൂപമാണെങ്കിലും ഇന്ത്യൻ റെയിൽവേ അതിന്റെ ഘടകങ്ങളിലും നിയന്ത്രണ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തി അത്യാധുനികമായ WAP-7HS-ഉം WAP-7AD-യും പോലുള്ള വേഗതയേറിയതും കാര്യക്ഷമവുമായ മോഡലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. WAP-7 ലോക്കോമോട്ടീവുകൾക്ക് ഇന്ത്യയിൽ നിരവധി ഇലക്ട്രിക് ലോക്കോ ഷെഡുകൾ ELS ഉണ്ട്. അവിടെയാണ് ഇവയുടെ ദൈനംദിന പരിപാലനവും നന്നാക്കലും നടക്കുന്നത്. ഈ ഷെഡുകൾ ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സോണുകളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് സെൻട്രൽ റെയിൽവേയുടെ CR കീഴിലുള്ള അജ്നി AQE ഷെഡ്, സദേൺ റെയിൽവേയുടെ SR കീഴിലുള്ള ഈറോഡ് EDE ഷെഡ്, നോർത്തേൺ റെയിൽവേയുടെ NR കീഴിലുള്ള ഗാസിയാബാദ് GZBE ഷെഡ്, ഈസ്റ്റേൺ റെയിൽവേയുടെ ER കീഴിലുള്ള ഹൗറ WHHE ഷെഡ് എന്നിവയെല്ലാം WAP-7ന്റെ വലിയ ശേഖരം കൈകാര്യം ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. ഷെഡുകളുടെ പങ്ക്. ഈ ഷെഡുകളുടെ പ്രധാന ധർമ്മം ലോക്കോമോട്ടീവുകൾ സുരക്ഷിതമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നതാണ്. ഇതിൽ സാധാരണമായ പരിശോധനകളും റുട്ടീൻ മെയിൻ്റനൻസ്, നിശ്ചിത ഇടവേളകളിൽ നടത്തേണ്ട പ്രധാന ഓവർഹോളുകളും POH ഉൾപ്പെടുന്നു. ഈ ഓവർഹോളുകൾ നടക്കുമ്പോൾ ലോക്കോമോട്ടീവിന്റെ പ്രധാന ഭാഗങ്ങളായ ട്രാക്ഷൻ മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ, കൺവെർട്ടറുകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഓരോ ഷെഡിനും അതിൻ്റേതായ ശേഷിയുണ്ട്. കൂടാതെ ആ ഷെഡിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള WAP-7 യൂണിറ്റുകളുടെ എണ്ണം അതിന്റെ പ്രവർത്തനഭാരം അനുസരിച്ചിരിക്കും. ചില ഷെഡുകളിലെ WAP-7 ലോക്കോമോട്ടീവുകൾക്ക് അതിന്റെ രൂപകൽപ്പനയിൽ വരുത്തിയ മാറ്റങ്ങൾക്കനുസരിച്ച്, ഉദാഹരണത്തിന് ഹ്യോജി ഹെഡ് ഓൺ ജനറേഷൻ സൗകര്യങ്ങൾ, പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഭൂമിശാസ്ത്രപരമായ വിതരണം. WAP-7 ലോക്കോമോട്ടീവുകൾ രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ പ്രധാന ഇലക്ട്രിഫൈഡ് റൂട്ടുകളിലും വിന്യസിച്ചിട്ടുണ്ട്. ഇതിന്റെ വിതരണം റെയിൽവേ സോണുകൾ തിരിച്ചു നടന്നിരിക്കുന്നതിനാൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് മേഖലകളിലെല്ലാം ഇവയുടെ ഷെഡുകൾ കാണാം. ലല്ലഗുഡ LGD SCR പോലെയുള്ള ചില ഷെഡുകൾക്ക് ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഇവിടെയും വലിയ തോതിൽ WAP-7 യൂണിറ്റുകൾ പരിപാലിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇലക്ട്രിക് ലോക്കോ ഡിപ്പോകളിലും WAP-7 മോഡലിന് പ്രാതിനിധ്യമുള്ളതായി കാണാം. കാരണം ഇവയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ സർവീസുകളുടെ നട്ടെല്ല്. WAP-7നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ലോക്കോമോട്ടീവിന്റെ പരിപാലനത്തിലെ വെല്ലുവിളികളെക്കുറിച്ചോ ചാലഞ്ചസ് ഇൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ ചോദിക്കാവുന്നതാണ്.